പ്രേക്ഷകർക്ക് എന്തു തോന്നി? മലങ്കര ഓർത്തഡോക്സ് പള്ളിയാണ്. പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ മുണ്ടുമടക്കി കുത്തരുത്. പള്ളിയുടെ മുറ്റത്ത് അലക്ഷ്യമായി നിൽക്കരുത്. പള്ളിയോട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങൾ പണിയരുത്. പള്ളിയേക്കാൾ ഉയർന്ന കെട്ടിടങ്ങൾ പരിസരത്ത് പണിയരുത്. പള്ളിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ ആനവാതിലിലൂടെ തല കുനിച്ചു കയറണം. പുറത്തിറങ്ങുന്നത് രണ്ടു വശങ്ങളിലുമുള്ള വാതിലിലൂടെ ആയിരിക്കണം. അനാവശ്യമായി മദ്ബഹയിൽ നിന്ന് പുറം തിരിയരുത്. മദ്ബഹയിൽ കസേരയിൽ ഇരിക്കരുത്. കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ സ്വയം സമനാകരുത്. അങ്ങനെയൊക്കെ പലതും പഠിച്ചും കേട്ടും വളർന്നതാണ് മലങ്കര നസ്രാണികൾ. വിശുദ്ധമായ ബലിപീഠത്തിന് മുന്നിൽ നിന്ന് എന്ത് കോപ്രായവും കാണിക്കുകയും മദ്ബഹയെ ഒരു സ്റ്റേജായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇത്തരം പേക്കൂത്തുകൾക്ക് ഇടമായി പള്ളികൾക്കകവും പരിസരവും മാറുന്നതിൽ അത്ഭുതമില്ല. ഇപ്പോൾ പള്ളികൾക്കുള്ളിൽ വിശുദ്ധ ബലിപീഠത്തിന് മുന്നിലാണ് ഡിസ്കോ ഡാൻസുകളും ദൃഷ്ടം തിരിഞ്ഞുള്ള യോഗാസനവും ചാമ്പിക്കോ വീഡിയോ എടുപ്പും ക്യാമറയും ഒക്കെ. മലങ്കര സഭയ്ക്ക് ഒരു ആസ്ഥാന ഡിസ്കോ ഡാൻസർ വൈദികനുമുണ്ട്. അദ്ദേഹം OVBS സ്പെഷ്യലിസ്റ്റ് ആണ്. മൈലപ്ര ആശ്രമ സന്യാസിയായ അദ്ദേഹം അബദ്ധത്തിൽ പെട്ടുപോയതാണ് കുപ്പായത്തിൽ അബദ്ധത്തിൽ കയറിയതാണെന്നാണ് പലരും പങ്കുവെച്ചത്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. കുപ്പായം അഴിച്ചു വയ്ക്കുവാൻ അദ്ദേഹത്തെ സഭ അനുവദിക്കണം. പല തവണ അദ്ദേഹത്തെ ആശ്രമത്തിന്റെ വിസിറ്റിംഗ് ബിഷപ്പും കാതോലിക്ക ബാവയും വാണിംഗ് കൊടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ഡാൻസ് ചെയ്തു പോകും. കാതോലിക്ക ബാവ വാണിംഗ് കൊടുത്തിട്ടും കഴിഞ്ഞ ജനുവരിയിൽ മസ്കറ്റ് ഗാല പള്ളിയിൽ കാബറെ ഡാൻസ് നടത്തി. അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. കൂടിപ്പോയാൽ ആശ്രമത്തിൽ നിന്നും പുറത്താക്കുമായിരിക്കും. അല്ലാതെ കൈവയ്പ് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ആ കത്തനാർ നടക്കുന്നത്. മുൻപ് കണ്ട വീഡിയോ ഗൾഫിലെ പള്ളിയാണ്. പഠിപ്പിക്കുന്നത് നോബിൾ കത്തനാരും. എന്തൊരു ആത്മീയമാണ് ആ വൈദികനും സഹായിക്കുമുള്ളത്. കുട്ടികളെ കുറ്റം പറയുന്നില്ല. അവർ OVBS പഠിക്കാൻ വന്നതാണ്. പഠിപ്പിക്കുന്നവർ എന്ത് കാണിച്ചാലും പഠിപ്പിച്ചാലും അവർക്ക് സന്തോഷം മാത്രം. ഈ നോമ്പ് കാലത്ത് അതും ഗോകുൽത്താമലയിൽ കുരിശു നാട്ടിയതിന്റെ ചുറ്റും കിടന്ന് ഈ കസർത്ത് നടത്തുന്നത് മെത്രാന്മാർ കാണുന്നില്ലേ? അതോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണോ? OVBS നടത്താനും പഠിപ്പിക്കാനും ആടാനും പാടാനും ഉല്ലസിക്കാനും തെരഞ്ഞെടുത്ത സമയം കൊള്ളാം. ഓർത്തഡോക്സുകാരാണെന്ന് ഓർക്കണം. എന്നാൽ ചോദിക്കും, ഓർത്തഡോക്സുകാർക്ക് കൊമ്പും തുമ്പിക്കയും ഉണ്ടോ എന്ന്. ഇല്ല. ഒരഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇതെല്ലാ പള്ളികളിലും നടപ്പാക്കണം. ഗൾഫിലുള്ള പള്ളികളിലെ കുട്ടികൾ മാത്രമല്ല ഡാൻസും പാട്ടും ഒക്കെ ആസ്വദിക്കുന്നത്. നാട്ടിലുള്ളവർക്കും ദഹിക്കും.